ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എല്ലാ സെഗ്മെൻറ്റുകളും നല്ല രീതിയിലുള്ള ഒരു ഫോൾ നമുക്കിന്ന് കാണാൻ പറ്റി. നിഫ്റ്റി ഏകദേശം 1.5% ഡൗൺ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും 1.43% ഡൗൺ ആയിരുന്നു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസും 2% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. പിന്നെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിലും 1955 സ്റ്റോക്കുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ ഏകദേശം 960 സ്റ്റോക്കുകൾ നിഫ്റ്റിയിൽ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇനി ടോപ്പ് ഗെയിനേഴ്സ് ലോസസ് നോക്കുകയാണെങ്കിലും ടോപ്പ് ഗെയിനേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഐഡിയ, എസ്റ്റർ ബയോ തുടങ്ങിയ സ്റ്റോക്കുകൾ ടോപ്പ് ഗെയിനേഴ്സിൽ വരുന്നുണ്ട്. അതേപോലെ ടോപ്പ് ലോസേഴ്സിൽ PSB, യൂക്കോ ബാങ്ക് തുടങ്ങിയ ബാങ്കിങ് സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ ഓട്ടോ സെയിൽസിൻ്റെ നമ്പേഴ്സാണ്. മാരുതി സുസുക്കി അവരുടെ റെക്കോർഡ് സെയിൽസാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത്. 22,34,266 യൂണിറ്റ്സ് അവർ കഴിഞ്ഞ വർഷം സെയിൽ ചെയ്തിട്ടുണ്ട്. അത് ഒരു റെക്കോർഡ് സെയിലാണ്. കാരണം അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സെയിൽസാണ് കഴിഞ്ഞ വർഷം അവർ രേഖപ്പെടുത്തിയത്. പക്ഷേ അവരുടെ കമേഴ്ഷ്യൽ വെഹിക്കിൾ സെയിൽ ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇനി റോയൽ എൻഫീൽഡ് നോക്കുകയാണെങ്കിൽ അവർ ആദ്യമായിട്ട് 1 മില്യൺ ആനുവൽ സെയിൽസ് ക്രോസ് ചെയ്തു. ഏകദേശം ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 11% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. മാർച്ച് മാസത്തിൽ മാത്രം 1,01,021 യൂണിറ്റ്സുകൾ അവർ സെൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം 34% വളർച്ചയാണ് കാണാൻ പറ്റിയത്. ഇനി മഹീന്ദ്രയുടെ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ SUVs 5,51,487 യൂണിറ്റ്സ് സെൽ ചെയ്തിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ ഏകദേശം 20% ഗ്രോത്ത് ഉണ്ട്. മാർച്ച് മാസത്തിലെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 18% ഗ്രോ ചെയ്ത് 48,048 യൂണിറ്റ്സ് അവർ സെൽ ചെയ്തിട്ടുണ്ട്. ടൊയോട്ടയും അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ഹയസ്റ്റ് സെയിൽസാണ് രേഖപ്പെടുത്തിയത്. 3,37,148 യൂണിറ്റ്സ് അവർ സെൽ ചെയ്തു. ഏകദേശം 28% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. ഇനി കിയ മോട്ടോഴ്സ് നോക്കുകയാണെങ്കിലും ഏകദേശം നല്ലൊരു ഗ്രോത്ത് 19% ഗ്രോത്ത് ഉണ്ട്. മാർച്ച് മാസത്തിൽ 25,525 യൂണിറ്റ്സാണ് അവർ സെൽ ചെയ്തത്. ആനുവൽ സെയിൽസ് 2,55,207 യൂണിറ്റ് ആയിരുന്നു. ഏകദേശം 4% ഗ്രോത്ത് ഉണ്ട്. ഇനി ഇലക്ട്രിക് സെഗ്മെൻറ്റിലെ ഓല ഇലക്ട്രിക് നോക്കുകയാണെങ്കിൽ FY25 3,44,005 സ്കൂട്ടേഴ്സ് അവർ സെൽ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഷെയർ ഏകദേശം 30% വരും. മാർച്ചിലെ സെയിൽസ് 23,430 ആയിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ലിസ്റ്റഡ് കമ്പനി ആയിട്ടുള്ള അശോക് ലേലാൻഡ് 22,510 കമേഴ്ഷ്യൽ വെഹിക്കിൾസ് സെയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു മാർച്ച് മാസത്തിൽ. ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നോക്കുമ്പോൾ 6% അവർക്കും ഗ്രോത്ത് ഉണ്ട്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഇന്നത്തത് ഗോൾഡ് പ്രൈസിലുണ്ടായ റെക്കോർഡ് ഉയർച്ചയാണ്. ഗോൾഡ് പ്രൈസ് ഇന്ന് ഏപ്രിൽ 1 ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. ഗോൾഡിൻ്റെ ഒരു ഔൺസിൻ്റെ സ്പോട്ട് പ്രൈസ് $3,145.38 ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ പ്രൈസ് നോക്കുകയാണെങ്കിലും MCXന് 10 ഗ്രാമിന് 91,300 രൂപയിലാണ് ഓപ്പൺ ചെയ്തത്. ഗോൾഡിലുണ്ടായ ഈ പെട്ടെന്നുണ്ടായ ഒരു സ്പൈക്കിന് കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏപ്രിൽ 2 ട്രംപിൻ്റെ ടാരിഫ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അൺസർട്ടനിറ്റി കാരണം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കാരണം ഒരു ഗ്ലോബൽ ട്രേഡ് വാർ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു അൺസർട്ടനിറ്റി കാരണം കൊണ്ട് തന്നെയാണ് സ്വർണ്ണത്തിന് ഇത്രയും വില കൂടാനുള്ള കാരണം. കാരണം ആൾക്കാർക്ക് ഈ ഒരു അൺസർട്ടനിറ്റി കാരണം ആൾക്കാർ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വർണ്ണത്തിലേക്ക് മാറ്റും. അതുകൊണ്ട് തന്നെ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ്, ഇന്ത്യ ഗവൺമെൻറ് അവരുടെ വോഡഫോൺ ഐഡിയയിലുള്ള സ്റ്റേക്ക് 49% ഉയർത്തിയിട്ടുണ്ട്. കാരണം വോഡഫോൺ ഐഡിയ ഗവൺമെൻറ് 36,950 കോടിയുടെ ഒരു സ്പെക്ട്രം ഡ്യൂ ഉണ്ടായിരുന്നു. ആ ഒരു തുക അവർ ഷെയർ ആക്കി മാറ്റി. അങ്ങനെ മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് സ്റ്റേക്ക് 23% ആയിരുന്നത് 48.99, ഏകദേശം 49% ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റാണ് ആ ഒരു കമ്പനിയിൽ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡർ. വോഡഫോൺ ഐഡിയയുടെ ടോട്ടൽ 2.3 ലക്ഷം കോടിയുടെ ഡെപ്റ്റിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം 77,000 കോടിയും ഈ AGR ലയബിലിറ്റീസ് ആയിരുന്നു. പിന്നെ ഏകദേശം 1.4 ലക്ഷം കോടി സ്പെക്ട്രം ലയബിലിറ്റീസ് വരുന്നുണ്ട്. അത് കുറച്ചുകൊണ്ട് വരെയാണ് കമ്പനി ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ ഒരു മാറ്റം കൊണ്ട് തന്നെ പെട്ടെന്ന് കമ്പനിക്ക് അടക്കേണ്ട ഒരു തുകയിൽ നിന്ന് ചെറിയൊരു സാവകാശം ലഭിക്കും. പക്ഷേ കമ്പനി ഇപ്പോഴും പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. സബ്സ്ക്രൈബർ ലോസ് ചെയ്യുന്നുണ്ട് അവർക്ക്. അതുകൂടാതെ 5G റോൾ ഔട്ടും ഭയങ്കര സ്ലോ ആയിട്ടാണ് വോഡഫോൺ ഐഡിയയുടെ നടക്കുന്നുള്ളത്. ഈ പ്രശ്നങ്ങളിൽ ഇപ്പോഴും നേരിടുന്നുണ്ട്. അതുകൂടാതെ അവർക്ക് ഫ്രഷ് ക്യാപിറ്റലും കൂടുതൽ പണം മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റു കോമ്പറ്റീറ്റർ കമ്പനി ഇപ്പോൾ ജിയോ ആയാലും എയർടെൽ പോലെ അവർക്ക് വളരാനും പറ്റുന്നില്ല. പക്ഷേ മാക്സിമം ഗവൺമെൻറ് ഈ ഒരു സ്റ്റേക്ക് വർദ്ധിപ്പിക്കുന്നത് 50% മുകളിൽ പോകാൻ ചാൻസ് ഇല്ല എന്തായാലും. കാരണം പിന്നെ അതിലും കൂടുതൽ പോയാൽ എന്തായാലും ഈ ഒരു കമ്പനി PSU കമ്പനിയിൽ ക്ലാസിഫൈ ചെയ്യപ്പെടും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പോകാൻ ചാൻസ് ഇല്ല. ഏകദേശം 49% എത്തിയ മാക്സിമം 50% വരെ ഗവൺമെൻറ് സ്റ്റേക്ക് വർദ്ധിപ്പിക്കാൻ ചാൻസ് ഉള്ളൂ. അതൊക്കെ നമുക്ക് കാണാം എന്ത് സംഭവിക്കുന്നുള്ള ഈ കമ്പനിയിൽ. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, HAL 62,700 കോടിയുടെ ഒരു ഡിഫൻസ് ഡീല് ഡിഫൻസ് മിനിസ്റ്ററായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. 156 ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റേഴ്സ് വാങ്ങാനുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരുന്നു ഇത്. 90 ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യൻ ആർമിക്കായിരുന്നു, 66 ഇന്ത്യൻ എയർഫോഴ്സിനായിരുന്നു. ഏകദേശം 3 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യും. 5 വർഷത്തിൽ കംപ്ലീറ്റ് ആക്കുന്നതാണ് പറയപ്പെടുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടുന്ന ഹെലികോപ്റ്റേഴ്സാണ്. ഏകദേശം
65% കമ്പോണൻസ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതാണ്. ഇതിൻ്റെ ഈ ഒരു പ്രൊഡക്ഷൻ വഴി ഏകദേശം 8500 ഇന്ത്യയിൽ തന്നെ ജോബ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു കരുതപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് ആദിത്യ ബിർള ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ്. അവരുടെ സെഞ്ചുറി പൾപ്പ് ആൻഡ് പേപ്പർ ITCക്ക് 3498 കോടിക്ക് സെല് ചെയ്തിട്ടുണ്ട്. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ് എന്നുള്ള കമ്പനി അവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെയിൽ നടത്തിയത്. അവരുടെ കോർ ബിസിനസ്സിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ITCക്ക് ഈ ഫീൽഡിൽ ഓൾറെഡി ബിസിനസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അവർ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്ബുക്ക് പേപ്പർ അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ഓൾറെഡി അവർക്കുണ്ട്. ഈ സെയിൽ വഴി ലഭിച്ച ക്യാപിറ്റൽ ആദിത്യ ബിർള ഗ്രൂപ്പിന് അവരുടെ പ്രധാനപ്പെട്ട ബിസിനസ്സുകളായിട്ടുള്ള മെറ്റൽ, സിമെൻറ്റ് പോലുള്ള മറ്റ് ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും.